കുറച്ച് കാസ്റ്റും ഒറ്റ ലൊക്കേഷനും എന്നാൽ ഒരു കിഡിലൻ ത്രില്ലർ മൂവിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അധികം വൈകിക്കാതെ തന്നെ നമുക്ക് പ്ലോട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കടക്കാം. ഒരു മാൻഷൻ വിൽക്കാൻ വരുന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണ് നാറ്റ്ലി. അവൾ ആക്ച്വലി 9 months പ്രഗ്നന്റ് ആണ്. ഈ വീട് വിറ്റ് കിട്ടുന്ന കമ്മീഷൻ വെച്ചിട്ട് വേണം അവൾ അവളുടെ കുട്ടീൻ്റെ ഭാവി സെക്യൂർ ചെയ്യുന്നതും അതുപോലെ തന്നെ അവൾ അവളുടെ തന്നെ പ്രസവത്തിന്റെ ചെലവൊക്കെ വഹിക്കേണ്ടതും. അപ്പം അങ്ങനെയുള്ള കുറേ പ്ലാനിങ്ങിലാണ് ഈ വീട് വിൽക്കാനുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് നാറ്റലി ഈ വീട്ടിലോട്ട് വരുന്നത്. ഇതൊരു ശപിക്കപ്പെട്ട വീടാണ്, ഇത് അത്ര പെട്ടെന്നൊന്നും വിൽക്കാൻ പറ്റില്ല എന്നാണ് അവളുടെ ബോസ് അവളോട് പറയുന്നത്. നാറ്റലി ഓപ്പൺ ഹൗസിന്റെ ഒരുക്കങ്ങൾ നടത്തുന്നവളെയാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരും വരാതിരിക്കുന്ന ആ ഓപ്പൺ ഹൗസിലേക്ക് രാത്രി ആവാനാവുമ്പോൾ ഒരു സൈക്കോ ക്ലൈന്റ് വരും. അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് ബാക്കി ഈ സിനിമയിലുള്ള ബാക്കി ഭാഗങ്ങളിലായിട്ട് കാണിക്കുന്നത്. തുടക്കത്തിലുള്ള ആ ഒരു ഓപ്പൺ ഹൗസ് ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യുന്നതൊക്കെ വളരെ സ്ലോ ആണെങ്കിലും ടൈറ്റിൽ ക്രെഡിറ്റിനോടൊപ്പം പോകുന്ന ഒരു മ്യൂസിക്കോട് കൂടിയിട്ടാണ് അത് പോകുന്നത്. ആ ഒരു ഭാഗങ്ങളൊക്കെ ഭയങ്കര സ്ലോ ആണ്. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ആവശ്യത്തിനായിട്ടുള്ള പേസ് എടുത്ത് മുന്നോട്ട് പോകുന്നു. അത് കറക്റ്റ് നമുക്കൊരു ഹോറിഫിക് ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിട്ടാണ് അവിടെ നിങ്ങളുടെ പടം പോകുന്നത്. ആ തുടക്കത്തിലുള്ള ആ കുറച്ച് ഭാഗങ്ങളൊന്ന് പിടിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് തരുന്ന ഒരു നല്ല മികച്ച മൂവിയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പുഷ് എന്ന് പറയുന്ന. ക്ലൈമാക്സിലെ ഹോസ്പിറ്റൽ സീൻസ് ഇല്ലാതെ ഇരുന്നെങ്കിൽ എനിക്ക് ഈ സിനിമ കുറച്ചും കൂടെ ഇഷ്ടമായേനെ. പക്ഷെ എങ്കിലും ഒരു എബവ് ആവറേജ് ഹൊറർ ത്രില്ലർ മൂവി തന്നെയാണ്. അത്യാവശ്യം സർവൈവൽ ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിനെല്ലാം ഈ ഒരു സിനിമയും ഇഷ്ടം. ഇതിനേക്കാൾ സൂപ്പർ ആയിട്ടുള്ള ഒരു ത്രില്ലർ മൂവി ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ മൂവി ഏതാണെന്ന് അറിയാൻ ഐ ബട്ടണിലുള്ള വീഡിയോ കണ്ടു നോക്കുക. അതൊരിക്കലും മിസ്സാക്കാൻ പറ്റാത്ത ഒരു സൂപ്പർ ക്വയറ്റ് പ്ലേസിൻ്റെ അത്രയും എൻജോയബിൾ ഉള്ള ഒരു സിനിമയാണ് ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആ സിനിമ എന്തായാലും കണ്ടു നോക്കണം. അപ്പം ആ റെക്കമെൻഡേഷൻ വീഡിയോയും നിങ്ങൾ ദയവായി കണ്ടു. എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡോൺ ബ്രീത്തിന്റെ അത്രയ്ക്കൊന്നും ഉള്ള ഒരു സർവൈവൽ ത്രില്ലർ അല്ല, എങ്കിലും അതുപോലെ തന്നെ നമുക്ക് ത്രില്ലിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സർവൈവൽ ത്രില്ലർ മൂവിയാണ് ഈ പുഷ് എന്ന് പറയുന്നത്. സൗണ്ടിന് ഈ സിനിമയിൽ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇയർഫോൺസ് യൂസ് ചെയ്തിട്ട് സിനിമ കാണാനായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുക. അപ്പോഴേ നമുക്ക് ആ ജംപ് സ്കെയർസ് ഒരു 2-3 നല്ല ജംപ് സ്കെയർസ് ഉണ്ട്. അതുപോലെ തന്നെ ആംബിയൻ സൗണ്ട്സിലൊക്കെ ഒരുപാട് എലമെന്റ്സ് ഈ സിനിമയിലുണ്ട്. അപ്പം അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിനിമ ഇയർഫോണ് അല്ലെങ്കിൽ ഹെഡ്ഫോണാണ് ഞാൻ ഐഡിയലി റെക്കമെൻഡ് ചെയ്യുക. ഹോം തിയേറ്റർ വീട്ടിലുള്ളവർക്ക് അതായാലും മതി. കൂടുതലും സറൗണ്ട് സൗണ്ട് അല്ലെങ്കിൽ അറ്റ്മോസ് എനേബിൾഡ് ആയിട്ടുള്ള ഹെഡ്ഫോൺസ് യൂസ് ചെയ്താൽ അത്രയും നല്ലത്. അപ്പോൾ അത്രയും സൗണ്ടിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയാണ്. ഒബിയസ്ലി ഹൊറർ എന്ന് പറയുമ്പോൾ സൗണ്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഹെഡ്ഫോൺസ് എന്തായാലും യൂസ് ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള മൂവി റെക്കമെൻഡേഷൻസ് ഇഷ്ടമായവർ എൻ്റെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഭയങ്കര നന്ദിയുണ്ട്. നമ്മുടെ ചാനൽ വളരെ നിങ്ങളുടെ ഒരു ഇതുപോലുള്ള മൂവി റെക്കമെൻഡേഷൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഈ മൂവിയുടെ താഴെ കമന്റ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും